ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സ്റ്റിച്ചിങ്ങിന്റെ 29ാമത്തെ ക്ലാസ് ആണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പം നമുക്ക് ആ ക്രോപ്പ് ടോപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്രോപ്പ് ടോപ്പാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം കട്ട് ചെയ്യുന്നത്, പിറ്റേ ദിവസം ഞാനത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ലൈനിങ് വെച്ചൊരു ക്രോപ്പ് ടോപ്പാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ലൈനിങ് പീസ് ഒന്ന് അടിച്ചെടുക്കാം. ലൈനിങ് പീസ് അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പം പീസ് വെച്ചല്ല ഈ നെക്ക് തയ്ക്കുന്നത്. നമ്മൾ ഈ ലൈനിങ് പീസ് വെച്ച് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കഴുത്ത് ലൈനിങ് നല്ല പീസിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് തയ്ച്ച് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സാധാരണ ഇത്രയും ദിവസം പഠിച്ചത് നമ്മളിവിടെ ഒരു പീസ് നെക്കിൻ്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ഇതുവരെയും ഉള്ള വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചത്. ഇപ്പം ഇതിൽ നമ്മളിപ്പം ലൈനിങ് പീസ് വെച്ച് മറിച്ചടിക്കാൻ പോവുകയാണ്. അപ്പം നല്ല വശത്ത് നമ്മളിതാ ലൈനിങ് പീസ് വെച്ചു. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ പീസ് വെക്കുന്ന പോലെ തന്നെ വേണ്ട നമ്മൾ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ പീസ് വെച്ച് തയ്ക്കുമ്പം കട്ട് ചെയ്ത് വിടുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതിനകവശത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തേ. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം. ഇതിന് ഞാൻ കവർ ചെയ്തെടുത്തു. തിരിച്ചിട്ടേ തിരിച്ചിട്ട് ഇനി നമുക്കിതിനെ ഇവിടെ നിന്ന് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇങ്ങനെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ 4 സൈഡ് ഇതിൽ ഫുള്ള് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങുമായിട്ടൊന്ന് ചേർത്തടിച്ച് കൊടുക്കാം. പീസ് ഇതുപോലെ ലൈനിങ് പീസുമായിട്ട് നമ്മളൊന്ന് ലൈനിങ് പീസുമായിട്ട് നമ്മളൊന്ന് ചേർത്തടിച്ച് കൊടുക്കും. ലൈനിങ് വെച്ച് അടിക്കും. ഇതിൻ്റെ അടിഭാഗത്ത് ലൈനിങ് ഉണ്ടേ. എല്ലാ സൈഡും നമ്മളൊന്ന് കവർ ചെയ്ത് അടിച്ചിട്ടുണ്ട്. കൈക്കൂലിയും കൊണ്ട് അടിക്കുമ്പോൾ കറക്റ്റ് ആവും. ലൈനിങ് വെച്ച് മൊത്തത്തിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഈ കഴുത്ത് ഒന്നും കൂടി ഒന്ന് ശകലം ഒന്ന് വിട്ടിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. നെക്ക് നല്ലതുപോലെ നല്ല പെർഫെക്റ്റ് നെക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4 സൈഡ് നമ്മൾ ലൈനിങ്ങുമായിട്ട് കവർ ചെയ്ത് അടിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ പ്രിൻസസ് കട്ടിൻ്റെ ഈ നമ്മൾ വരച്ചിട്ടിരിക്കുന്നില്ലേ, അതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ 1/2 ഇഞ്ച് എടുത്ത് 1/4 ഇഞ്ച് വീതം എടുത്ത്
കട്ട് ചെയ്തിട്ടതാണ് ഇവിടെ. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നമ്മളെ കാലിഞ്ചല്ല, സോറി അര ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇതാ ഇവിടെ ഈ നമ്മൾ 10 ഇഞ്ച് എടുത്തെടുത്തുകൊണ്ട് നിർത്തും. എന്നിട്ട് ഇതാ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഈ പീസിനെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യുന്നില്ല. പിന്നെ പ്രിൻസസ് കട്ട് മോഡൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ, നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഇതാ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതാ ഇത് കണ്ടോ, ഇത് ഈ സൈഡ് ഇതാ ഇങ്ങനെ വരും. ഇനി നമുക്ക് മറു സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ 2 സൈഡ് ഇതാ പ്രിൻസസ് കട്ട് പോലെ നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ ക്രോപ്പ് ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേ. ഇതാ അപ്പം ഫ്രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് സൈഡ് അതുപോലെ ഒന്ന് ലൈനിങ് വെച്ച് അടിച്ചു കൊടുക്കാം. അപ്പം ബാക്ക് പീസ് നമ്മൾ എടുത്തു. ഇനി ഇത് നമ്മൾ കവർ ചെയ്യുവാണ്. നമ്മൾ നെക്ക് പ്രത്യേകം വേറെ കട്ട് ചെയ്തെടുക്കുന്നില്ല. ഈ പീസ് വെച്ച് തന്നെ നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ നല്ല പീസിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ട് ഈ നെക്കിൽ ഇതാ നെക്ക് അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നെക്ക് അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിനകവശം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടണം. ഇതാ ഇതുപോലെ നമ്മളൊന്ന് കവർ ചെയ്ത് തിരിച്ചിട്ടു. ഇനി നമ്മൾ ഇതിനെ ഫുള്ള് ലൈനിങ്ങുമായിട്ട് യോജിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളിതിനെ ഇതാ ഇവിടെ നമ്മളിതിനെ പതിച്ചു അടിക്കുന്നില്ല. ഈ നെക്കിനെ നമ്മൾ പതിച്ചു അടിക്കുന്നില്ല. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസുമായിട്ട് വെച്ച് യോജിപ്പിക്കുക ചെയ്യുന്നത്. ഈ ഷോൾഡർ യോജിപ്പിക്കുക ചെയ്യുന്ന കാര്യം, നമ്മൾ പീസ് വെച്ചല്ല അടിച്ചത്, ഇത് കവർ ചെയ്താ അടിച്ചത്. ഇത് തിരിച്ചിടുമായിരുന്നു ചെയ്തത്. അപ്പം ഇവിടെ ഈ ഭാഗം കവറിങ് ആയി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദാ ഇതിനുള്ളിലേക്ക് ഈ പീസിനെ നമ്മൾ വെച്ച് കൊടുക്കും. ഷോൾഡർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടെ ഒന്നിച്ചാക്കിയിട്ട് ഇതാ ഈ ലൈനിങ് പീസിനെ നമ്മൾ ഈ ലൈനിങ് പീസിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്തെ പീസ് വെച്ച് കൊടുക്കും. ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പം ഇത് കവറിങ് ആയിട്ട് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തയ്യൽ തുമ്പ് നന്നായിട്ട് അറിയാൻ പറ്റും. ഇതാ ഇതിൻ്റെ നല്ല ഭാഗവും ഇതിൻ്റെ നല്ല ഭാഗവും ഇതാ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കവർ ചെയ്തടിക്കുന്നത് ഇങ്ങനെയാണ്. ലൈനിങ് പീസ് വെച്ച് നമ്മൾ സാധാരണ നെക്ക് കട്ട് ചെയ്ത് അങ്ങനെ വെച്ചാണ് തയ്ക്കുന്നത്. ഇതിപ്പം ഇതിനുള്ളിലാക്കിയിട്ട് നമ്മളിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി നമുക്ക് തയ്ച്ചേക്കാം. ഇനി നമുക്ക് ഈ സൈഡും കൂടെ ഈ പീസിനുള്ളിലോട്ട് വെച്ച് ഇത് കണ്ടോ, ഇതുള്ളിലോട്ട് വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കും.
ഇത് കവർ ചെയ്ത് ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം. ഇതിങ്ങനെ തിരിഞ്ഞു വരും. നമ്മളിപ്പോൾ കവർ ചെയ്തെടുത്ത ഭാഗം കണ്ടോ? ഇതാണ് നമ്മൾ കവർ ചെയ്തെടുത്തത്. അപ്പം ഈ ഭാഗം കണ്ടോ? ഇവിടെ കണ്ടോ കവറിങ് ആയി വന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തയ്യൽ തുമ്പ് ഈ പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പം നമ്മൾ കവർ ചെയ്തെടുത്തു. ഈ സൈഡ് ഫുൾ കവറിങ് ആയി. ഞാൻ തിരിച്ചിട്ട് കാണിക്കാം. ഫുള്ളായിട്ട് കവറിങ് ആയി. ഇതിൻ്റെ ഫ്രണ്ട് വശം, ഇത് ബാക്ക് വശം. അപ്പോൾ ഈ ബാക്കിൽ നെക്ക് നമ്മൾ പതിച്ചടിച്ചില്ലല്ലോ, ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ക് നെക്ക് നമ്മൾ പതിച്ചടിക്കാതെ. ഇനി നമുക്കതിനെ ഒന്ന് പതിച്ചടിച്ച് കൊടുത്ത് ഇവിടെ ഈ സൈഡ് ഈ ലൈനിങ് പീസുമായിട്ട് യോജിപ്പിച്ച് ഫുള്ള് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ആദ്യം നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്കാണ്. ബാക്ക് നമുക്ക് കട്ട് ചെയ്ത് അടിക്കാനുള്ളതാണ്. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങളെങ്ങനെയൊന്ന് കാണിച്ചു തരുവാണ്. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതിനെ ഒന്ന് ഫുള്ളൊന്ന് തയ്ച്ചെടുക്കുക. ഫുൾ പീസ് കവർ ചെയ്ത് നമ്മൾ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ വരച്ചിട്ടില്ലേ ടക്ക്, 2 ടക്കിന് വരച്ചിട്ടിട്ടില്ലേ, ഈ 2 ടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ഹുക്കിൻ്റെ പടിയൊക്കെ വയ്ക്കാം. ഇങ്ങനെ നമുക്ക് ടക്ക് തയ്ച്ച് കൊടുക്കാം. ഇതുപോലെ ടക്ക് തയ്ച്ച് കൊടുക്കണം. നമുക്ക് 2 സൈഡിലും ടക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് സെൻറ്റർ നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് സെൻറ്റർ നോക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് സെൻറ്റർ നോക്കിയതിന് ശേഷം ഇത് ബാക്ക് പീസാണ്. ഈ ബാക്ക് പീസിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. താഴെ വരെ കട്ട് ചെയ്ത് കൊടുത്തേ. ഇനി നമുക്കിവിടെ ഹുക്കിൻ്റെ പടി വയ്ക്കണം. ഇനി നമുക്ക് ഹുക്കിൻ്റെ പടി വെച്ച് ഇതുപോലെ ലൈനിങ് പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഹുക്കിൻ്റെ പടിക്കായതുകൊണ്ട് ലൈനിങ് പീസാണ് എടുത്തിരിക്കുന്നത്. ഹുക്കിൻ്റെ പടി വെച്ച് കൊടുക്കാം. ഇനി ഈ പടിയെ നമുക്കൊന്ന് പതിച്ചടിക്കാം. പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ച് മടക്കി അടിക്കണേ.
ഹുക്ക് വയ്ക്കാനുള്ള പടി നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഹുക്ക് വയ്ക്കാൻ മറു സൈഡിൽ ഹുക്ക് കുത്താനുള്ള ഇത് തയ്ക്കണ്ടേ? അതിന് നമ്മൾ ഇതിപ്പം തുണിയുടെ നല്ല വശം. ഇനി ഇതിനെ നമ്മൾ തിരിച്ച് അഴുക്ക വശമാക്കി വെച്ചു. ഇവിടെ നിന്നാണ് നമ്മൾ മറു സൈഡിലോട്ട് തയ്ച്ച് പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാനൊന്ന് മടക്കി ഇതുപോലെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇനി ഇതിനെ നമ്മൾ ഒന്ന് തിരിച്ചിടുവേ. ഇതിനെ തിരിച്ചു വെച്ച് ഇത് ബ്ലൗസ് തയ്ക്കുമ്പോൾ നല്ലതായിട്ട് മനസ്സിലാവും. ഇത് ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ തയ്ക്കാനെങ്കിൽ ഇതിൻ്റെ സൈഡ് ഇങ്ങനെയൊന്ന് മടക്കി അടിച്ചു കൊടുക്കും. ഇതിപ്പം ഞാനിപ്പോൾ സൈഡ് മടക്കി അടിച്ചിട്ടില്ല. ഞാനിപ്പം ഇതിങ്ങനെയൊന്ന് മടക്കിയിട്ട് ഇതുപോലെ വയ്ക്കുക ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡൊന്ന് മടക്കി അടിച്ചു കൊടുക്കണേ. ഞാൻ ഇവിടെ നിന്ന് ഹുക്ക് വയ്ക്കാൻ പോവാണ്. ഹുക്കിൻ്റെ ബാർ വയ്ക്കാൻ പോവാം. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ വെച്ചു. എന്തിനും സൂചി വീണ്ടും നമ്മൾ തിരിച്ചു വെച്ച് കൊടുക്കും. ഇങ്ങനെ വെച്ചിട്ട് അപ്പം ഒരെണ്ണം ഇവിടെ നമ്മൾ ഒരെണ്ണം ഇതാണ്. അതേ സെയിം നൂലായതുകൊണ്ടാണ് കാണാൻ ബുദ്ധിമുട്ട്. ഇതിങ്ങനെ മടക്കി കൊടുത്തിട്ട് കുറച്ച് അകലം വിട്ട് രണ്ടാമത്തത് രണ്ടാമത്തതും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇവിടെ നമ്മൾ രണ്ടാമത്തെ. ഇനി നമുക്കിവിടെ 3 5 എണ്ണം കൊടുക്കാം. ഇവിടെ 1, ഇവിടെ 2, ഇത് 3, 4, 5. ഇത് കൈവച്ചും നമുക്ക് തയ്ക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ മെഷീനിൽ ഞാനങ്ങ് തയ്ച്ചെടുക്കുവാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അടുത്ത നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. ഹുക്ക് ഇടാനുള്ള പടി നമ്മൾ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഇവിടെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ സൈഡ് വഴി ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണേ. അപ്പോൾ ഒരു നല്ലൊരു കട്ടി ആയിട്ട് ഇവിടെ കിട്ടും. അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഫ്രണ്ട് സൈഡായി. ബാക്കിൽ ഇത് കണ്ടോ, ബാക്കിൽ നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ള പടി ഞാൻ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഹുക്ക് വയ്ക്കാനുള്ളതും ഹുക്ക് പിടിച്ചിടാനുള്ള പടിയും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് തയ്ക്കേണ്ടത് സ്ലീവാണ്. സ്ലീവ് തയ്ച്ചതിന് ശേഷമേ നമുക്കിത് യോജിപ്പിച്ച് കൊടുക്കാം, ഷേപ്പ് ചെയ്ത് ചെയ്യാം. നമുക്ക് സ്ലീവ് തയ്ച്ചെടുക്കാം. ആദ്യം നമുക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നമുക്ക് അടിച്ചൊന്ന് മറിച്ചെടുക്കാം. ഈ സ്ലീവിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കുന്നതിന് പകരമായിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് തിരിച്ചിടും. അല്ലെങ്കിൽ താഴെ ഭാഗം നമുക്ക്
മടക്കി അടിച്ചാലും മതി. ഞാനിതിപ്പോൾ ഒന്ന് കവർ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഭാഗം മടക്കി അടിക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊന്ന് കവർ ചെയ്തെടുക്കുക. ഞാൻ കവർ ചെയ്തിട്ട് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. ഇങ്ങനെയൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇങ്ങനെ ഇവിടെ മടക്കി അടിക്കാം, ഇവിടെ കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ കവർ ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ ഒരു ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ലൈനിങ്ങിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം, യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട പഫ് തയ്ച്ച് കൊടുക്കാവേ. ഇവിടെ നിന്ന് നമുക്കൊന്ന് പഫ് തയ്ക്കാൻ വേണ്ടിയിട്ട് നൂല് വലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് നമ്മളിവിടെ നിന്ന് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ നൂലിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പഫ് സ്ലീവ് ഞാൻ തയ്ച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് ചെറിയൊരു പഫ് തയ്ക്കാനായിരുന്നു. ഇതുപോലെ ഒരു ചെറിയൊരു പഫ് മാത്രമേ ഇതിന് തയ്ക്കുന്നുള്ളൂ. ഇത്രയും ഭാഗം മാത്രമേ. അപ്പം ചെറുതായിട്ട് ഒന്ന് നമ്മളൊന്ന് നൂല് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ചെറുതായിട്ടേ പഫ് തയ്ച്ചിട്ടുള്ളൂ കേട്ടോ. വലിയ രീതിയിലല്ല, ഒരു ചെറിയ രീതിയിലുള്ളൊരു പഫാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തത്. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ആദ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. നൂല് വലിക്കുന്നതിന് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊന്ന് കെട്ടിട്ടിട്ട് കാണി വലിപ്പത്തിലിട്ടതിന് ശേഷം ഈ റൗണ്ട് നമ്മൾ പ്ലീറ്റ് എടുക്കുന്നതിന് പകരമായിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അവിടെ ഇങ്ങനെ നൂല് ഇടും. എന്നിട്ട് ആ നൂല് ഒരു നൂലായിട്ട് മാറ്റിയെടുത്തു. കണ്ടോ. എന്നിട്ട് നമ്മൾ ഈ മറു സൈഡിലെ നൂലിൽ വലിക്കാതെ ഇങ്ങനെ നൂല് വലിച്ചെടുക്കും. നമ്മൾ കെട്ടിട്ടിടം വരെ നൂല് വലിക്കും. ഇങ്ങനെ വലിക്കും. ഇവിടെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുത്തത്. നമ്മൾ നൂലിന് അതുപോലെ വലിച്ചെടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇങ്ങനെ ഇത് കണ്ടോ. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ് യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ ഇവിടെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഞാൻ സ്ലീവ് വെച്ച് വരുന്ന ഇവിടെ നിന്നെയാണ്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെൻറ്റർ നോക്കിയിട്ട് ഇവിടെ നിന്ന് സ്ലീവ് വെച്ച് പോകണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വരുന്ന ഈ ഭാഗമാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. അപ്പം ഈ ഭാഗം നമ്മൾ ഇവിടെ ഇങ്ങനെ വച്ച് നോക്കണം. എത്ര വേണം, നമുക്ക് എത്ര തയ്ക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ലൈനിങ് പീസ് കൂടുതലാണ്. അത് നമുക്ക് കട്ട് ചെയ്തങ്ങ് മാറ്റിയാൽ മതി. ഞാൻ ഇവിടെ നിന്നാണ് സ്ലീവ് വെച്ച് വരണം.
ഒരു സൈഡിലെ സ്ലീവ് ഇതാ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലെ സ്ലീവ് കൂടെ വെച്ച് കൊടുക്കാം. ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സൈഡിലെ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ഇതുപോലെ ഒന്ന് വേസ്റ്റ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി താഴോട്ട് ഷേപ്പ് ചെയ്യുകയാണ്. നമ്മൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാം. നമ്മൾ രണ്ട് സൈഡും ഷേപ്പ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ താഴെ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇതിൻ്റെ സൈഡ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇതിൻ്റെ ഇനി ഈ താഴത്തെ ഭാഗം കൂടെ നമുക്കൊന്ന് മടക്കി അടിക്കണം. ഇതുപോലെ ഒരു മടക്ക് മടക്കിയിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാവേ. നമ്മൾ തയ്ച്ച് തീരാറാവുമ്പം നമ്മൾ ഹുക്ക് വെച്ച പടി സൈഡ് തയ്ച്ചില്ലേ, അവിടെ നമ്മളൊന്ന് ചേർത്ത് വെച്ച് നോക്കണം കറക്റ്റാണോ, നമ്മൾ മടക്കിയിരിക്കുന്ന ഭാഗം കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് ചേർത്ത് നോക്കാം. ഇതാ നമ്മൾ മടക്കിയിരിക്കുന്ന ഭാഗം കറക്റ്റായിരുന്നു ഹുക്ക് വെച്ചത്. ഇതാ കണ്ടോ. ഇനി ഞാൻ നമ്മൾ തയ്ച്ച ക്രോപ്പ് ടോപ്പ് ഒന്ന് കാണിച്ചു തരാവേ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിച്ച ക്രോപ്പ് ടോപ്പ് ഇതാണ് നമ്മൾ ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്ത ക്രോപ്പ് ടോപ്പ്. അപ്പം ഒരു പഫ് സ്ലീവാണ് നമ്മളിതിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. 32 ഇഞ്ചാണ് ഇതിൻ്റെ വണ്ണം. ചെസ്റ്റ് വണ്ണം 32. ഈ താഴത്തെ വണ്ണം വന്നിരിക്കുന്നത് 28 ഇഞ്ച് വണ്ണത്തിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.